സർക്കാരിന് ബദലായ അയ്യപ്പ ഭക്ത സംഗമം നടത്തി കരുത്ത് തെളിയിക്കാനായതിന്റെ ആത്മവിശ്വാസത്തിൽ സംഘപരിവാർ സംഘടനകൾ. രാവിലെ മുതൽ നടന്ന സെമിനാറുകളിൽ തന്നെ വൻ ജനപങ്കാളിത്തമായിരുന്നു. അല്പസമയത്തിനകം സംഗമത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം തമിഴ്നാട് ബിജെപി മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ ഉദ്ഘാടനം ചെയ്യും. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ നേതാക്കൾ വിമർശനമുന്നയിച്ചു. അധർമ്മത്തിനും അസത്യത്തിനുമെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തിയ ഒരു വലിയ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരു പടനായകനാണ് അയ്യപ്പൻ. അതുകൊണ്ട് ഈ കാലത്ത് വളരെയേറെ അയ്യപ്പ ധർമ്മത്തിന് പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. കാരണം ഇപ്പോൾ ശബരിമലയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ളതാണ്. ശബരിമല ഒരു ഹിന്ദു ക്ഷേത്രമാണ്. അത് ഇപ്പോൾ പറയുന്ന മതാതീതമായിട്ടുള്ള മതേതരമായിട്ടുള്ള ഒരു കേന്ദ്രമാണെന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. ഇതൊരു പുതിയ വ്യാഖ്യാനമാണ്. അവിടുത്തെ എല്ലാ ആരാധനയും ആചാരവും വിശ്വാസവും എല്ലാം തന്നെ ഹൈന്ദവമാണ്. ഒരു തന്ത്രശാസ്ത്ര വിധി പ്രകാരമാണ് അവിടുത്തെ പൂജകളെല്ലാം നടക്കുന്നത്. അപ്പോൾ അതിലെങ്ങനെ മതേതര കേന്ദ്രമാകും? അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്ക്, വിശ്വാസികൾക്ക് ക്ഷേത്രഭരണം വിട്ടുകൊടുക്കണം എന്നുള്ള ആശയം വളരെ വർഷക്കാലമായിട്ടുള്ളതാണ്. അന്ന് അയ്യപ്പ ഭക്തന്മാരെ പീഡിപ്പിച്ചുകൊണ്ടാണെങ്കിൽ, ഇന്ന് അയ്യപ്പ ഭക്തന്മാരെ നക്കിക്കൊല്ലുകൊണ്ടാണെങ്കിലും ഏത് രൂപത്തിലാണ് നശിപ്പിക്കാൻ നമുക്ക് പറയാറില്ല. അപ്പൊ അതുകൊണ്ട് ശബരിമല കേരളത്തിന്റെ പുണ്യമാണ്. ശബരിമല സംരക്ഷിച്ചേ മതിയാകുള്ളൂ. വിശ്വാസം സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമേ ശബരിമലയിൽ വേണ്ടൂ. വികസനം വേണം. അയ്യപ്പ ഭക്തർക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം പമ്പയിലെത്തിയ മഹാരഥന്മാർക്ക് ഒരുക്കിയ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളൊന്നും വേണ്ട. പക്ഷെ അത്യാവശ്യം കുടിവെള്ളത്തിനുള്ള സൗകര്യം, മലമൂത്ര വിസർജനത്തിന് അത്തരം സൗകര്യങ്ങൾ, വിരിവെക്കാനുള്ള സൗകര്യം. അപ്പൊ ആ പ്രകൃതിക്കോ അല്ലെങ്കിൽ ജീവജാലങ്ങൾക്കോ കേടുപറ്റാതെ, എന്നാൽ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിലുള്ള വികസനം വേണം. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വികസനം വേണം. കേരളത്തിലെ ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാര കാര്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം വഹിക്കുന്നവര്, സമുദായ സംഘടനാ നേതൃത്വം, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, ഇവർ കൂടിയിരുന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഈ മൂന്ന് കാര്യം: വിശ്വാസം, വികസനം, സുരക്ഷ. മണികണ്ഠസ്വാമിയുടെ പാദസ്പർശമേറ്റ പുണ്യമായ പ്രദേശമാണ് ഈ പന്തളം. ശബരിമലയിലെ ആചാരാനുഷ്ഠാന സംരക്ഷണത്തിന് വേണ്ടി ആദ്യമായി ഭക്തജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങാൻ ഇടയായ ഒരു സ്ഥലവും പന്തളം തന്നെയാണ്. കഴിഞ്ഞ ദിവസം സർക്കാർ അവിടെ ചില വികസന പരിപാടികളെപ്പറ്റി ആലോചിക്കാൻ സ്പോൺസേർഡായിട്ടുള്ള മുതലാളിമാരുടെ ഒരു സംഗമം നടത്തി. ഞങ്ങൾ അതിനെതിരല്ല, അതിന് ബദലായിട്ടുമല്ല. ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് ചില വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വികസനമാണ് ശബരിമലയിൽ ആവശ്യം എന്നുള്ള തിരിച്ചറിവോടുകൂടിയാണ് ഇന്നേ തീയതിയിൽ ഇവിടെ ഈ സംഗമം നടത്തുന്നത്. പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ 3 വിഷയങ്ങളാണ്: ശബരിമലയിലെ ആചാരാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ശബരിമലയുടെ വികസനം, ശബരിമലയുടെ സുരക്ഷ. ഈ 3 കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള ഒരു സെമിനാറുകളാണ് ഇവിടെ നടപ്പാക്കുന്നത്. എന്തായാലും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നതായിരുന്നു അയ്യപ്പ സംരക്ഷണ സംഗമം എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. രാവിലെ ഏതാണ്ട് 10 മണിക്ക് തന്നെ പരിപാടികൾ തുടങ്ങുന്നു. വിവിധ സെമിനാറുകൾ നടന്നു, വിവിധ വിഷയങ്ങളിൽ വിഷയാവതരണങ്ങൾ നടന്നു. ശബരിമല ദർശനരേഖ SJR കുമാർ, ശബരിമല കർമ്മ സമിതിയുടെ അധ്യക്ഷൻ, അവതരിപ്പിക്കുകയും ചെയ്തു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി നിന്നത്, ഇതിൽ രാഷ്ട്രീയമില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ്. ഇതൊരു ബദൽ സംഗമമില്ല എന്ന് സംഘപരിവാർ നേതാക്കൾ എല്ലാവരും ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ മറുപടിയായി കൂടി മാറുന്നു എന്നുള്ളതാണ്. ശബരിമലയിലെ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട പല വാർത്തകളിലും പ്രചരിച്ചത് ആളില്ലായിരുന്നു, ആളൊഴിഞ്ഞ കസേരകൾ, മുഖ്യമന്ത്രിയുടെ പ്രസംഗ ശേഷം ആളുണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇവിടെ രാവിലെ മുതൽ തന്നെ വലിയ ജനത്തിരക്ക് അനുഭവപ്പെട്ടു. ഈ ഹാളിന് പുറത്ത് വലിയ എന്താ പറയുക, കയറാൻ തന്നെ കഴിയാത്ത നിലയിലേക്ക് ആൾത്തിരക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. എന്തായാലും വൈകുന്നേരം നടക്കുന്ന സമ്മേളനത്തിലും 3 മണിക്കാണ് സമ്മേളനം നടക്കുക. അത് കൈപ്പുഴ കൊട്ടാരത്തിന് സമീപമാണ് സമ്മേളനം. ആ സമ്മേളനത്തിലും വലിയ ജനപങ്കാളിത്തം ഉണ്ടാകും എന്നാണ് സംഘാടകർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകം ക്ഷണിച്ച ആളിനെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല, അല്ലാതെ തന്നെ ആളുകളെ എത്തുന്നു എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. രാവിലത്തെ നടന്ന സംഗമത്തിലും ഈ വേദിയിലും സദസ്സിലും പുറത്തുമൊക്കെ കണ്ട ആൾക്കൂട്ടത്തെ സാക്ഷ്യപ്പെടുത്തി കൂടിയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, തമിഴ്നാട് അടക്കമുള്ള സമീപ സംസ്ഥാനങ്ങളിൽ നിന്ന് അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകൾ കൂടി എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സംഗമത്തെ ശ്രദ്ധേയമാക്കുന്നത്. എന്തായാലും വൈകുന്നേരത്തെ സംഗമം അതൊരു വലിയ ശക്തിപ്രകടനം ആയി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. തമിഴ്നാട് BJPയുടെ മുൻ അധ്യക്ഷൻ അണ്ണാമലൈ, ഒപ്പം തന്നെ യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ പങ്കെടുക്കുന്നു. ഇവിടുത്തെ സമ്മേളനത്തിലാണെങ്കിലും ശ്രീലങ്കയുടെ ഒരു മുൻ മന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന സാഹചര്യം. അങ്ങനെ ഭക്തരായിട്ടുള്ള നിരവധി ആളുകളെ എത്തിച്ച് ഈ രാവിലത്തെ സംഗമം തന്നെ, സെമിനാർ തന്നെ വിജയിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് ശബരിമല കർമ്മ സമിതി അടക്കമുള്ള സംഘാടകർ. യഥാർത്ഥ ഭക്തരുടെ സംഗമമാണ് നടക്കുന്നതെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സമിതി അംഗം PN നാരായണവർമ്മ ന്യൂസ് 18നോട്. 10,000-ൽ അധികം ആളുകൾ പങ്കെടുക്കുന്ന സംഗമത്തെ ബദൽ സംഗമമായി കാണേണ്ടതെന്നും നാരായണവർമ്മ പറഞ്ഞു.
ഇത് യഥാർത്ഥ ഭക്തരുടെ സംഗമമാണ്. ശബരിമലയിലെ ഭഗവാനെ സ്നേഹിക്കുന്ന, ഭഗവാന്റെ എല്ലാം വിശ്വാസങ്ങൾ അടിയുറച്ച് മുന്നോട്ട് പോകാൻ വ്രതമെടുത്ത ഭക്തരുടെ സംഗമമാണ് ഇവിടെ. വിശ്വാസത്തോടൊപ്പം വികസനം, അതാണ് ഇതിന്റെ ഈ പ്രാധാന്യമുള്ളത്. അതിനെക്കുറിച്ചുള്ള സെമിനാറുകളുണ്ട്. അതിൽ വരുന്ന രൂപരേഖകൾ തീർച്ചയായും ചർച്ച ചെയ്ത് അതിന് വേണ്ടതായ രീതിയിൽ നമ്മൾ ഭക്തജന സമൂഹത്തോടും അതുപോലെ ബന്ധപ്പെട്ടവർക്കും അത് നൽകുന്നതാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം എങ്ങനെ വന്നുവെന്ന് പരിശോധിക്കുമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. പമ്പയിൽ സർക്കാർ നടത്തിയ സംഗമത്തിന് അയ്യപ്പൻ വിളക്കിന്റെ ആളുപോലും ഉണ്ടായിരുന്നില്ലെന്നും കൃഷ്ണദാസ് വിമർശിച്ചു. യോഗിയുടെ സാധാരണ മുഖ്യമന്ത്രിമാരെ ക്ഷണിക്കാറുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ഓഫീസാണോ ഈ സന്ദേശം കൊടുത്തതെങ്കിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് പരിശോധിക്കുന്നുണ്ട്. ഞങ്ങൾ അതിനെക്കുറിച്ച് ആധികാരികമായ അഭിപ്രായം ഞങ്ങൾ പിന്നീട് വ്യക്തമാക്കുന്നതാണ്. ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ നമ്മുടെ ദേവസ്വം മന്ത്രി വായിച്ച പ്രധാനപ്പെട്ട കത്തുകളിലൊന്ന് അത് യോഗി ആദിത്യനാഥിൻ്റെതായിരുന്നു. അത് വലിയ രാഷ്ട്രീയ പ്രചരണ വിഷയമാക്കി CPM പിന്നീട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. കാരണം എല്ലാ സംഘപരിവാർ സംഘടനകളും എതിർക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ബഹിഷ്കരിച്ച ഒരു ചടങ്ങിൽ യോഗിയെ പോലെ സംഘപരിവാറിന്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ മുഖ്യമന്ത്രിയുടെ കത്ത് ആ തരത്തിൽ എത്തുക, ആശംസാ കത്തെത്തുക എന്ന് പറയുന്നത് വലിയ കാര്യമായി പ്രദർശിപ്പിക്കുകയും അത് ദേവസ്വം മന്ത്രി വായിക്കുകയും ചെയ്തു. അത് BJP കേന്ദ്രങ്ങളിൽ പോലും ഒരുപക്ഷെ അമ്പരപ്പ് ഉണ്ടാക്കിയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഇവിടെ ഈ അയ്യപ്പ സംഗമത്തിനും യോഗിയുടെ ആശംസയുണ്ട് എങ്കിൽ പോലും സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഇടതുപക്ഷ ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ഒരു ചടങ്ങിൽ അതിന് ആശംസ യോഗി അർപ്പിക്കുക എന്നുള്ളത് വലിയ തരത്തിലാണ് ഒരു കൗതുകമായി രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചർച്ച ചെയ്തതും മറ്റും. അതിനുള്ള അതൃപ്തി പല BJP കേന്ദ്രങ്ങളും മുന്നോട്ട് വെക്കുകയും മറ്റും ചെയ്തു. അതാണ് ഇപ്പോൾ അന്വേഷിക്കുമെന്നും എവിടെയാണ് പിഴവ് സംഭവിച്ചത് എന്നുള്ളത് പരിശോധിക്കുമെന്ന് ഇപ്പോൾ ശ്രീ PK കൃഷ്ണദാസ് പറഞ്ഞു വെക്കുന്നത്. ഏതായാലും BJPക്കെതിരെ അവർ ആ സംഗമവേദിയിൽ ഉന്നയിച്ച ഒരു ആയുധം അത് വളരെ കൃത്യമായി തന്നെ ഇതായിരുന്നു. അത് സംഘപരിവാർ കേന്ദ്രങ്ങളെ അമ്പരിപ്പിച്ച പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. ഇപ്പോൾ മറ്റൊരു വിശദീകരണം വരുന്നത് മുഖ്യമന്ത്രിമാർക്ക് പലപ്പോഴും പരസ്പരം മുഖ്യമന്ത്രിമാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എല്ലാത്തിനും കൃത്യമായ മറുപടി നൽകാറുണ്ട്. അതിപ്പോൾ രാഷ്ട്രീയമായി അല്ല, അതൊരു ഔദ്യോഗികമായ കാര്യമാണ്. അതായത് മുഖ്യമന്ത്രി കത്ത് ചെല്ലുമ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒരു മറുപടി നൽകും, അല്ലെങ്കിൽ ഒരു ആശംസ നൽകും. അതെല്ലാ സ്ഥലങ്ങളിലും അതുള്ള സംഭവിക്കുന്നതാണ്. അതിന് മറ്റ് രാഷ്ട്രീയ മാനങ്ങൾ കാണണ്ട എന്ന് പറയുമ്പോഴും അത് ഇടതുപക്ഷ ഹാൻഡിലുകൾ വലിയ ആയുധമാക്കി മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാം, അന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു വെച്ചത് സംഘപരിവാറും CPM-ഉം തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമായാണ് ഈ കത്ത് ഉണ്ടായത് എന്നുള്ളതാണ്. അതും ഈ പറഞ്ഞതുപോലെ BJP അടക്കം പ്രതിരോധത്തിലാക്കിയ ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ ഏതായാലും അത് ആ വിഷയത്തിൽ ഒരു പരിശോധന ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ BJP കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. PK കൃഷ്ണദാസ് വ്യക്തമാക്കുന്നത് അവിടെ ഒരു പിഴവ് സംഭവിച്ചു എന്നുള്ളതല്ല, ഇത്തരത്തിലൊരു പരിപാടിയായിട്ട് കൂടി യോഗിയുടെ ഓഫീസ് അല്ലെങ്കിൽ യോഗി അറിഞ്ഞാണോ ഈ കത്ത് നൽകിയത് എന്നുള്ളതാണ്. അത് വ്യാജകത്താണ് എന്നുള്ള തരത്തിലുള്ള ആശങ്ക പോലും, അത്തരത്തിലുള്ള ഒരു കാര്യം പോലും ശ്രീ PK കൃഷ്ണദാസ് പറയുകയുണ്ടായി നമ്മളോട് സംസാരിച്ചപ്പോൾ. അത് യഥാർത്ഥ കത്താണോ എന്ന് പരിശോധിക്കണം എന്നുള്ളത്. പക്ഷേ യഥാർത്ഥ കത്താണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ ഒരു സംഭവത്തിൽ ഒരു അന്വേഷണം അല്ലെങ്കിൽ അത്തരത്തിലൊരു പരിശോധന BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഒരുപക്ഷെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനൊക്കെ ഇക്കാര്യത്തിൽ വിശദീകരിക്കേണ്ടതുണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ സംഭവിച്ചേക്കാമെന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് മനസ്സിലാക്കേണ്ടത് BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ സാന്നിധ്യം ഇവിടെയുണ്ട്. BJP നേതാവ് PK കൃഷ്ണദാസ് ഉണ്ട്, അതുപോലെ തന്നെ സന്ദീപ് ബജസ്പതി ഉണ്ട്, ഇവിടുത്തെ സൗത്ത് സോൺ പ്രസിഡന്റ്, ആലപ്പുഴയുടെ പ്രസിഡന്റ് ഉണ്ട്. അങ്ങനെ നിരവധി BJP നേതാക്കളുടെ സാന്നിധ്യം കൂടിയുണ്ട്. അങ്ങനെ BJPയുടെ സാന്നിധ്യം കൂടി വരുമ്പോഴേക്കും, BJP പ്രവർത്തകരുടെ സാന്നിധ്യം കൂടി വരുമ്പോഴേക്കും പൂർണ്ണമായും ഇത് അന്നത്തെ അയ്യപ്പ സംഗമത്തിന് ഒരു ബദലായി മാറുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അന്ന് ആളില്ല കസേരകൾ എന്ന് കൊട്ടിഘോഷിച്ചിരുന്ന സംഘപരിവാർ ഹാൻഡിലുകൾ അവർക്ക് വളരെ കൃത്യമായി കൊടുക്കുന്ന മറുപടിയായി കൂടി ഈ സമ്മേളനത്തിലെ ആൾക്കൂട്ടം വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ മാറുമെന്ന കാര്യത്തിലും സംശയമില്ല.